നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്നവർ അല്ലെങ്കിൽ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോറേജ് ഇഷ്യൂ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കമ്പ്യൂട്ടറിൽ ഇവിടെ ഇപ്പം 250 GB ഉള്ള ഡിസ്കിൽ 18.6 GB മാത്രമേ ഫ്രീ ഉള്ളൂ. ഞാനിതിപ്പോൾ ഇങ്ങനെ നോക്കി പോയപ്പോൾ കണ്ടത്, ഇപ്പോൾ ഇതിനകത്ത് സ്റ്റീമാണ് 75 GB എടുത്തേക്കുന്നത്. 76 GB ഇതിനകത്ത് എടുത്തേക്കുന്നത് സ്റ്റീമാണ്. പക്ഷേ ഞാൻ സ്റ്റീമിൽ ഓൾറെഡി എൻ്റെ ഗെയിമുകളെല്ലാം ഞാൻ ഇപ്പോൾ ഡി ഡ്രൈവിലേക്കാണ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡി ഡ്രൈവിലാണ് കോൾ ഓഫ് ഡ്യൂട്ടി കിടക്കുന്നത്. ഡോട്ട നോക്കിക്കഴിഞ്ഞാലും ഡി ഡ്രൈവിലാണ് ഇത് കിടക്കുന്നത്. പിന്നെ ഈ 2 ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ ഈ 2 ഗെയിമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അത് ഓൾറെഡി ഡി ഡ്രൈവിലാണ് കിടക്കുന്നത്. പിന്നെ എന്താണ് ഇത്ര സ്റ്റോറേജ് എടുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ സ്റ്റീം ഓപ്പൺ ചെയ്ത് നേരെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗെയിം ഏകദേശം സി ഡ്രൈവിലുള്ളതിൽ 154 MB മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്ഡേറ്റ് 73.5 GB ഏകദേശം അപ്ഡേറ്റ് മാത്രമാണ് കിടക്കുന്നത്. അതായത് ഗെയിം അല്ല ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതിൽ 73 GB എടുത്തേക്കുന്നത്, അത് അപ്ഡേറ്റുകളാണ്. നേരത്തെയൊക്കെ ഡൗൺലോഡ് ചെയ്ത് സ്റ്റീമിൻ്റെ ക്യാഷിൽ വെച്ചിട്ടുള്ള അപ്ഡേറ്റുകളായിരിക്കും എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൽ നേരെ ഡൗൺലോഡ്സ് എടുക്കുക. ഡൗൺലോഡ്സ് എടുത്തിട്ട് ഇതിവിടെ സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ഇവിടെ ക്ലിയർ ഡൗൺലോഡ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. ക്ലിയർ ചെയ്യണമെന്ന് ചോദിക്കും. ഞാനിവിടെ കൺഫേം അടിക്കുകയാണ്. അപ്പോൾ കൺഫേം അടിക്കുന്ന സമയത്ത് ഈ സ്റ്റീം ഒന്ന് റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ട് ആവുന്ന സമയത്താണ് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇതിപ്പോൾ റീസ്റ്റാർട്ടായി വരും. അപ്പോൾ സ്റ്റീം ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വീണ്ടും പോയിട്ട് സ്റ്റോറേജ് എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. 84 GB ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്.